നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യോദയത്തിന് 48 മിനിറ്റ് മുൻപ് വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തം എന്നാൽ സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ സമയമാണ്. ബ്രഹ്മമുഹൂർത്ത സമയം സരസ്വതീ യാമമാണ്. 8 യാമമാണുള്ളത്. ഓരോ യാമവും 3 മണിക്കൂർ വെച്ചിട്ടാണ്. രാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ളതാണ് സരസ്വതീ യാമം. ബ്രഹ്മാവിൻ്റെ പത്നിയായ സരസ്വതി ദേവി ഉണർന്നിരിക്കുന്ന യാമമാണ് സരസ്വതീ യാമം. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ബ്രഹ്മമുഹൂർത്ത സമയത്ത് സൂര്യൻ്റെ ചൂടുമുണ്ടാകില്ല, ചന്ദ്രൻ്റെ തണുപ്പുമുണ്ടാകില്ല. ഈ സമയത്ത് കാറ്റ് ശ്വസിക്കുന്നത് നല്ലതാണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഈ സമയത്ത് ഉണർന്ന് ഏതൊരു കാര്യം ചെയ്യുന്നതും ജീവിതത്തിൽ സക്സസ് ആവുന്നതാണ്. സ്റ്റാർട്ടിങ് നന്നായാൽ എല്ലാം ശരിയാവും എന്നല്ലേ? എല്ലാ ദിവസവും നേരത്തെ ഉണർന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നതാണ്. എന്നാൽ ലേറ്റായി ഉണരുന്നവർക്ക് ഒന്നിനും സമയം കിട്ടാറില്ല. അവർക്ക് ഓഫീസിൽ പോകാൻ ലേറ്റാവുകയും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ ലേറ്റാവുകയും ചെയ്യും. മനുഷ്യർ ഒഴിച്ച് എല്ലാവരും, അതായത് പക്ഷിമൃഗാദികൾ, പ്ലാന്റ്സ് എന്നിവരെല്ലാം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നവരാണ്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് എണീറ്റിരുന്ന് പഠിച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും മറന്നു പോവുകയുമില്ല എന്നാണ്. ജീവിതത്തിൽ കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടേൽ, കടങ്ങളുണ്ടേൽ അത് തീർത്ത് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എണീറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുന്നത് ശീലമാക്കണം. പുലർച്ചെ 4 മണി എന്ന് കേട്ടാൽ ഓടാൻ നിൽക്കണ്ട. അയ്യോ വയ്യെന്ന് പറയാതെ എഴുന്നേൽക്കുക. ഒരു വീക്ക് ആകുമ്പോൾ അത് ശീലമായിക്കൊള്ളും. പിന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സക്സസ് തന്നെ ഉണ്ടാകും. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നത്: നഖം വെട്ടരുത്, ഷേവ് ചെയ്യരുത്, തലമുടി വെട്ടരുത്, ഇവയെല്ലാം ഒഴിവാക്കുക. തുണി കഴുകരുത്, വീട് തുടയ്ക്കുന്നതും വിളക്ക് പോലുള്ള പൂജാസാധനങ്ങൾ കഴുകുന്നതും ഒഴിവാക്കുക. നോൺ വെജ് ഭക്ഷണങ്ങൾ ഈ സമയത്ത് കഴിക്കാൻ പാടില്ല. ദമ്പതികൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ശാരീരിക ബന്ധം ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ദേഷ്യം കാണിക്കരുത്. ഈ സമയത്ത് എല്ലാ മനുഷ്യരും എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അവരുടെ മാനസികാവസ്ഥ അപ്പോഴപ്പോൾ മാറിക്കൊണ്ടിരിക്കും. സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം എല്ലാവർക്കും വരും. അതാണ് മനുഷ്യനെന്നാൽ. അപ്പോൾ എത്ര ദേഷ്യം വന്നാലും ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല. സെൽഫ് കൺട്രോൾ ചെയ്ത് നിൽക്കണം. പിന്നെ ശരീരത്തിൽ എണ്ണ തേച്ചുള്ള കുളി ഈ സമയത്ത് ഒഴിവാക്കണം. മരണാനന്തര ചടങ്ങുകൾക്ക് ബ്രഹ്മമുഹൂർത്ത സമയത്ത് പുറപ്പെടാൻ പാടുള്ളതല്ല. യാത്ര ഒഴിവാക്കണം. ബ്രഹ്മമുഹൂർത്ത സമയം കഴിഞ്ഞിട്ട് 6 മണിക്ക് മേലെ പുറപ്പെടാവുന്നതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ദൈവാധീനം എപ്പോഴും കൂടെ ഉണ്ടാകും. പിന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഉറങ്ങാതിരിക്കണം. ഉറക്കമുണർന്ന് എഴുന്നേറ്റ് കുളിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ എല്ലാവർക്കും ഈ സമയത്ത് കുളിക്കാൻ പറ്റണമെന്നില്ല. 55 വയസ്സിന് മേലെ പ്രായമുള്ള സ്ത്രീകൾ ദേഹശുദ്ധി വരുത്തിയിട്ട് വിളക്ക് കത്തിക്കാവുന്നതാണ്. പ്രായം ചെല്ലും തോറും വാർദ്ധക്യം അടുത്തു വരുന്നതിനാൽ പല വിധത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണല്ലോ. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ ഒട്ടുമുക്കാൽ പേരും 3-4 ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത്. എന്നാൽ അവർ ദിവസവും ദേഹശുദ്ധി വരുത്തുന്നതാണ്. തലേന്ന് നോൺ വെജ് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. പീരീഡ്സ് അവരുടെ കൂടെ കിടക്കാനും പാടില്ല. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും തല കുളിച്ച് ദേഹശുദ്ധി വരുത്തിയിട്ട് മാത്രമേ വിളക്ക് കൊളുത്താവൂ. ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ. അപ്പോൾ തല കുളിച്ച് വിളക്ക് കൊളുത്തി നാമം ജപിച്ചാൽ ആ പ്രാർത്ഥന സഫലമാകും. അതിനാൽ തല കുളിച്ച് തന്നെ വിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കണം. ഇനി ബ്രഹ്മമുഹൂർത്ത സമയത്ത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്: ബ്രഹ്മമുഹൂർത്ത സമയത്ത് പ്രാർത്ഥന, യോഗ, മെഡിറ്റേഷൻ എന്നിവയെല്ലാം ചെയ്യാവുന്നതാണ്. കൂടാതെ ഗൃഹപ്രവേശം, കല്യാണം, വിദ്യാരംഭം എന്നിവയും ചെയ്യാം. കടലിൽ
ഈ സമയത്ത് കുളിച്ചാൽ പുണ്യം കിട്ടുമെന്നാണ്. ചെയ്ത പാപങ്ങൾ എല്ലാം തീരുന്നതാണ്. പിതൃതർപ്പണവും ചെയ്യാവുന്നതാണ്. നിത്യവും ബ്രഹ്മമുഹൂർത്ത സമയത്ത് വിളക്കു കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഏത് കാര്യവും ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. പ്രോബ്ലംസ് എല്ലാം സോൾവ് ആക്കാൻ വേണ്ടി ഭഗവാൻ വഴി തുറന്നു തരുന്നതാണ്. എന്നാൽ അത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരേ സമയം നാമം ജപം ചെയ്താൽ ആ ദേവത ആ സമയത്ത് നമ്മുടെ വീട്ടിൽ എത്തുന്നതാണ്. ഇനി ഓരോ ദിവസവും ബ്രഹ്മമുഹൂർത്ത സമയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കലണ്ടറിൽ സൂര്യോദയം എന്നൊരു കോളമുണ്ട്. ഫോർ എക്സാമ്പിൾ, സൂര്യോദയം രാവിലെ 6:10 6:10 നിന്ന് 96 മിനിറ്റ് കുറയ്ക്കുക. അതായത് 6:10 - 96, അപ്പോൾ 4:34 കിട്ടും. 4:34 കിട്ടും. ഈ 4:34 കൂടെ 48 മിനിറ്റ് കൂട്ടണം. 434 + 48 = 524. ഈ 5:24 AM അതുവരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയമായിട്ട് കണക്കാക്കുന്നത്. ഈ 5:24 AM വരെയുള്ള സമയത്ത് പൂജ ചെയ്യാവുന്നതാണ്. ഇനി വേറൊന്ന്, വിളക്ക് കൊളുത്തിയിട്ട് പോയി ഉറങ്ങരുത്. എല്ലാവരും കരുതും ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റല്ലോ, വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചല്ലോ, ഇനിയൊരു 6:30 വരെയൊക്കെ കിടന്നു ഉറങ്ങാം, എന്താ സംഭവിക്കാൻ പോകുക, നമ്മളെന്നും ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന്, ഉറങ്ങി എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന്. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് മേലെയേ ഉറങ്ങാൻ പാടുള്ളൂ. അത് ഉച്ചയ്ക്ക് 12 മണി വരെ ഉറങ്ങാൻ പാടുള്ളതല്ല. എന്നാൽ അതിൻ്റെ അർത്ഥം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഉറങ്ങിക്കോളൂ എന്നല്ല. പകൽ സമയത്തുള്ള ഉറക്കം കഴിവതും ഒഴിവാക്കുക. വീട്ടമ്മമാർ മിക്കവാറും പേരും പകൽ സമയത്ത് ഉറങ്ങുന്നവരാണ്. എന്നാൽ ആ സമയത്ത് ഉപയോഗപ്രദമായ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഉറങ്ങുന്നത് ഒഴിവാക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിലൂടെ 2 ബെനിഫിറ്റാണ് ഉള്ളത്. 1, ആത്മീയമായി നോക്കിയാൽ ജീവിതം ഉയർച്ചയിലെത്തുന്നതാണ്. 2, ആരോഗ്യപരമായി നോക്കിയാൽ നമ്മുടെ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. സമയത്തിന് ഉണർന്ന് ആഹാരം കഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സമയത്തിന് ചെയ്താൽ ശരീരം ഹെൽത്തി ആയിരിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.